ഞാൻ നിലപാട് വ്യക്തമാക്കിയ വിഷയം തന്നെയാണ് ഷാഹിന ചോദിച്ചിട്ടുള്ളത്. ഏതൊരു സമൂഹത്തിനും ജീവിക്കാൻ പൊതുവായ ചില മൂല്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ മൂല്യങ്ങളുടെ മാനദണ്ഡം ഒരു സന്ദർഭത്തിൽ നിയമം എന്നത് തന്നെയാണ്, നിയമങ്ങളും കീഴ്വഴക്കങ്ങളും എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ സമരത്തോട് സോളിഡാരിറ്റി അതിശക്തമായി വിയോജിക്കുന്നു. പക്ഷേ ഒരു കൂട്ടർക്ക് ഇങ്ങനെ സമരം നടത്താൻ അവകാശമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിയമപരമായാണ് നിശ്ചയിക്കപ്പെടേണ്ടത്. അത് നിയമപരമായി അവർക്കതിന് അവകാശമുണ്ടെങ്കിൽ അതിനവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കേണ്ടതാണ്. അതേസമയം ഞങ്ങൾ അതിനോട് അതിശക്തമായി വിയോജിക്കുന്നു. ഞങ്ങളുടെ വിയോജിപ്പ് ഞങ്ങൾ തുടക്കം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലീസ് പറയൂ. ഇതിന്റെ നിയമപരമായ ഒരു ആംഗിൾ എന്താണെന്നുള്ളത് ഇവിടെ ഹരീഷ് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിയമപരമായി യാതൊരു തടസ്സവുമില്ല. മാത്രമല്ല അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് അടിസ്ഥാനപരമായി വിയോജിപ്പുണ്ട്. നിയമപരമല്ലല്ലോ ചുംബനം എന്ന് പറയുന്നതിനെ ലൈംഗികതയുമായി മാത്രം കൂട്ടി വായിക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി ചുംബിക്കുന്നത് അതിന് സെക്സായി മാത്രം കാണുന്നത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യർ പരസ്പരം ഹഗ് ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം ഗ്രീറ്റ് ചെയ്യാറുണ്ട്. ഇത് കേരളത്തിൽ ഇതൊരു മഹാസംഭവമായി അങ്ങേയറ്റം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സദാചാര ബോധം കൊണ്ടാണ്. ചുംബനത്തെ ഒരു കേവല അഭിവാദ്യമായി കാണുന്ന ആളുകളുണ്ടാകാം. ചുംബനത്തെ ഒരു ലൈംഗിക വിനിമയ സംഗതിയായി കാണുന്ന ആളുകളും സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നേരത്തെ മറ്റൊരു ചാനൽ ചർച്ചയിൽ ബാസുരേന്ദ്രബാബു പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സമരത്തിന് അനുകൂലമായി പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും പിറവി എന്ന് പറയുന്നത് തീവ്രമായ ചുംബനത്തോടുകൂടി പിറന്നവരാണ് മനുഷ്യർ എന്ന് നേരത്തെ ബാസുരേന്ദ്രബാബു പറയുകയുണ്ടായി. വാത്സ്യായൻ്റെ കാമശാസ്ത്രം മുതൽ പ്രാചീനമോ പ്രാക്തനമോ ആധുനികവുമായ ഏത് ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ചുംബനം എന്ന് പറയുന്നത് ലൈംഗികതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ലൈംഗികേതരമായ സാധ്യതകളും അത്തരം അർത്ഥങ്ങൾ കൂടി ഉണ്ടോ എന്ന അന്വേഷണമാണ് ഇവിടെ ഇവർ നടത്തുന്നത്. ഇതിലൊരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ഒരേ സമയം ഇതിന് ലൈംഗിക ഭാവങ്ങളില്ല എന്ന് പറയുകയും എന്നാൽ ഇത് പബ്ലിക്കിൽ ലൈംഗികത എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റിന്റെ വിഷയമാണ് എന്ന് പറയുന്ന ആളുകൾ ഈ മൂവ്മെന്റിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ ഷാഹിനക്ക് നിലപാടുണ്ടാകാം, പക്ഷേ ഇവരുടെ എല്ലാവരുടെയും നിലപാട് എന്ത് താങ്കളിലേക്ക് കുറെ നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു. ശിവസേന നേതാവ് ശ്രീ സാജു, യുവമോർച്ച നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സാജു, ഇവിടുത്തെ പ്രശ്നം വിയോജിപ്പുള്ളവരുണ്ട്, യോജിപ്പുള്ളവരുണ്ട്. പക്ഷേ വിയോജിപ്പുകൾ അക്രമമായി പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് അസഹിഷ്ണുതയായി വളരുന്നു എന്നതാണ് പ്രശ്നം. അതിന് വേദിയാവുകയായിരുന്നു ഇന്ന് ഈ ചുംബന സമര വേദിയും. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതുതന്നെയാണ്, ഈ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ആദ്യം ഈ ഹോട്ടൽ അടിച്ചു തകർക്കുന്ന പ്രവൃത്തിയിലേക്കും നയിക്കുന്നത്. നിലവിലെ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കാരണവശാലും ഇപ്പൊ ചെയ്തിട്ടില്ല ഇന്ന് എറണാകുളത്ത് നടന്ന സംഭവത്തിൽ. കാരണം കേൾക്കാം. ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം എവിടെയെങ്കിലും മാറി നിന്നും സംസാരിച്ചാൽ പോലും അത് ഇല്ലാത്ത കേസും എടുത്ത് അവരെ പബ്ലിക്കിന്റെ മുമ്പിൽ ഭയങ്കര കുഴപ്പക്കാരാക്കി മാറ്റുന്ന പോലീസ് ഇത്രയും പബ്ലിസിറ്റി ചെയ്ത ഒരു സമരം വന്നിട്ട് അവർ കൈകെട്ടി നിൽക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇതിൽ പോലീസ് ഇടപെടേണ്ട ഒരു നിയമവിരുദ്ധമായ സംഗതിയായിട്ടാണോ താങ്കൾ കാണുന്നത്? ഇത് 100% ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീയും പുരുഷനും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് മാറി നിന്ന് സംസാരിച്ചാൽ പോലും അതിനെതിരെ നടപടി എടുക്കുന്ന പോലീസ് ഇത്രയും വ്യാപകമായ പരസ്യം വന്നിട്ട് പോലും അതിനെതിരെ കൈകെട്ടി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് നിൽക്കാനോ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കാനോ പാടില്ല. അല്ല, നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട്, സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഈ സംസ്കാരം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു രീതി ഇവിടെ സമര രീതി ഒരിക്കലും അതിന് ഭൂഷണമല്ല. ഈ സംസ്കാരങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമോ? ഈ സംസ്കാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടിയുള്ള സമരങ്ങളല്ലേ സാംസ്കാരിക നവീകരണം ഉണ്ടാക്കുന്നതും? മാറ്റങ്ങൾ വേണം. പക്ഷെ ഇത് ഭൂരിപക്ഷം ആളുകൾക്കും ഇത് മറ്റൊരു സ്റ്റേറ്റിലും ഇങ്ങനെ നടക്കില്ലല്ലോ. ഭൂരിപക്ഷം ആളുകൾക്കും അനുയോജ്യമായ രീതിയിലുള്ള സമരമല്ല ചെയ്യേണ്ടതുള്ളൂ. ഭൂരിപക്ഷത്തിന് അനുകൂലമാകുന്ന സമരമാണോ ശ്രീ ഹരീഷ് വാസുദേവൻ? അതിനെയാണോ സമരം എന്ന് നമ്മൾ വിളിക്കുന്നത്? കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുക, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രവും സാമൂഹിക ചരിത്രവും പരിശോധിക്കുക. സാധാരണക്കാർ വഴി നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമരം അന്ന് ഭൂരിപക്ഷത്തിന് അനുകൂലമായിരുന്നോ? കേരളത്തിലെ
ബ്രാഹ്മണ സ്ത്രീകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹത്തിലെ ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വീട്ടി ഭട്ടതിരിപ്പാട് കൊണ്ടുവന്ന സമരങ്ങൾ അന്ന് മുഖ്യധാര അനുകൂലിച്ചിരുന്നോ? മാറുമറയ്ക്കുന്നതിനെതിരെ 100 വർഷം മുമ്പ് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാറുമറച്ച സ്ത്രീയുടെ ഫോട്ടോ ഇട്ടിട്ട് ചോദിച്ചതിനെ സദാചാര പോലീസുകാർ നിങ്ങളുടെ പെങ്ങളെ ഇങ്ങനെ സമ്മതിക്കുമെന്ന്. അത് തെറ്റായ കാഴ്ചപ്പാടായിരുന്നു അന്ന്. മാറുമറയ്ക്കുന്നത് എന്തോ മോശപ്പെട്ട സംഗതിയായിരുന്നു അന്ന്. അത്തരത്തിൽ അമ്പലത്തിൽ കയറാൻ വേണ്ടി, ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി താഴ്ന്നതെന്ന് കരുതപ്പെട്ട ജാതിക്കാർ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയപ്പോൾ, മാർച്ച് നടത്തിയപ്പോൾ അടിച്ചിറക്കി വിട്ട കേരളത്തിലെ പൊതുസമൂഹം പിന്നീട് അതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു. 10, 30, 40 വർഷം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പൊതുസമൂഹം അംഗീകരിച്ചു. ആളുകൾക്ക് സ്കൂളിൽ പോകാനും സഞ്ചരിക്കാനും പരസ്പരം കൈ കോർത്ത് പിടിക്കാനും, എന്തിന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന, അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്ന ബഹുഭൂരിപക്ഷം പേര് അംഗീകരിച്ചിരുന്ന സതി ഉൾപ്പെടെ ഇതെല്ലാം എല്ലാ കാലത്തും പൊതുസമൂഹത്തിന്റെ അപ്രൂവലോടുകൂടി വന്നതാണ്. അതിനെല്ലാം അട്ടിമറിച്ചത് വളരെ ചെറിയ ആൾക്കാരാണ്. 2000 പേരെ നേരിട്ട 50 പേരെ പോലെ അതത് സമൂഹത്തിലുള്ള 2000 കണക്കിന് ആളുകളെ നേരിട്ട 50കളുടെ ചെറിയ കൂട്ടായ്മകളാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ദയവായി യുവമോർച്ചക്കാര് ഇപ്പോഴുള്ള ക്ഷേത്രങ്ങളിൽ പോകണം. തിരുവനന്തപുരം മുതലുള്ള അവരുടെ ക്ഷേത്രങ്ങളിൽ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. ദേവന്മാരും ദേവിമാരും കാമകേളിയിൽ ഏർപ്പെടുന്ന നിരവധി ചിത്രങ്ങൾ നമുക്കുണ്ട്. ഖജുരാഹോയുടെ ഒക്കെ ചരിത്രം പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ പറ്റി നിങ്ങൾ ഇങ്ങനെ മോശമായി സംസാരിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. എന്റെ സംസ്കാരം നടത്താൻ എന്നെ അനുവദിക്കുക. ജനാധിപത്യ സമൂഹത്തിൽ അതാണ് വേണ്ടത്. ആയുധമെടുക്കും എന്നുള്ള ഭീഷണി അത് ഫാസിസമാണ്. ആ ഫാസിസത്തെ നിയമപരമായും പൊളിറ്റിക്കലായും നേരിടേണ്ടതുണ്ട്. ഷാഹിന, ഇവിടുത്തെ പലപ്പോഴും ഈ ചർച്ചകളിലൊക്കെ ഇടപെടുന്നവർ കാണുന്നത്, ഈ സമരത്തെ എതിർക്കുന്നവർ 2 രീതിയിൽ, ഈ സമരത്തെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഈ സമരത്തോട് വിയോജിപ്പില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നവർ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഈ സമരരീതി എന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഇതിനേക്കാൾ അടിയന്തര പ്രാധാന്യമുള്ള മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളം നേരിടുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗിക സ്വാതന്ത്ര്യം അതിനൊക്കെ മാറ്റിവെക്കാവുന്ന അവസാനത്തെ വിഷയമാണ്, അതിൻ്റെ പ്രയോറിറ്റിയിൽ വരുന്നതല്ല എന്ന രീതിയിലുള്ള മറ്റൊരു ചർച്ച. ഇത്തരം ചർച്ചകൾ കൊണ്ടാണോ ഇത്തരം സമരങ്ങളെ നേരിടേണ്ടത്? അല്ലെങ്കിൽ ഇത്തരം സമരങ്ങളെല്ലാം ഒരു സമഗ്രമായ മറ്റ് വീക്ഷണത്തിൻ്റെ, സാംസ്കാരികമായ നവീകരണത്തിൻ്റെ, രാഷ്ട്രീയമായ നവീകരണത്തിൻ്റെ ഭാഗമായി കാണണോ? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അതിൽ ഒന്ന്, ആദ്യത്തെ കാര്യം, ഈ സംസ്കാരം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന യുവമോർച്ചക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഹരീഷ് പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഗീതാ ഗോവിന്ദം ഒന്ന് വായിക്കണം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്താണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നൊന്ന് വായിച്ച് നോക്കണം. ഇത് ഏത് സംസ്കാരത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു സംസ്കാരം, ഇന്ത്യയിലെ വിവിധ ജനസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സംസ്കാരം വളരെ അയഞ്ഞ ലൈംഗികതയുടെ സംസ്കാരമായിരുന്നു. അത് ഇവർക്കൊക്കെ തന്നെ അറിയാം. അത് മറച്ചു വെച്ചിട്ടാണ് ഇവർ ഈ സംസ്കാരം എന്നീ നിലവിളിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം ചർച്ചകൾ കൊണ്ടാണോ ഇതിനെ നേരിടേണ്ടത്? അതല്ല, ഇതിനെ ഒരു നവീകരണത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ തുടക്കം അല്ലെങ്കിൽ തുടർച്ചയായിട്ടാണോ കാണേണ്ടത് എന്നുള്ളത്. യാതൊരു സംശയവുമില്ല, ഇത് ഒരു നവീകരണത്തിന്റെ തുടർച്ച തന്നെയാണ്. ഈ കേരളത്തിൽ നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ നടന്നിട്ടുള്ള നിരവധി സമരങ്ങൾ, നവീകരണത്തിന് വേണ്ടിയുള്ള, സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി സമരങ്ങൾ, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തരം ഒരു സമരത്തെ ഞാൻ കാണുന്നത്. ഒന്ന്, ഈ ഒരു ഇതിനോട് ഇത്രയേറെ പരിഭ്രാന്തി, ഇങ്ങനെ ഏതാനും കുട്ടികൾ, ഏതാനും ചെറുപ്പക്കാർ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഈ ഒരു സമരാഹ്വാനത്തോട് ഇത്രയേറെ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ, ഇത്രയേറെ അരക്ഷിതത്വം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമരം ഒരു വൻ വിജയമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. ഇവിടെ ഇപ്പം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, ഏത് തരത്തിലാണ് ഇപ്പം ഇങ്ങനെ ഒരു സമരം ആഹ്വാനം ചെയ്യുന്നു, ഇതിനോട് പലരും പലതരത്തിൽ പ്രതികരിക്കുന്നു. ഇത് ഏത് തരത്തിലാണ് ഈ ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ശ്രീ കെ വേണുവിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കെ വേണു, ഇത്തരം സമരങ്ങൾ എങ്ങനെയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുക? ഇത് വെറും പടിഞ്ഞാറൻ സംസ്കാരത്തിൽ ആകൃഷ്ടരായ ഒരു കൂട്ടം യുവാക്കളുടെ വികാര പ്രകടനമായി കാണുന്നവരുണ്ട്, അത് രാഷ്ട്രീയമായ മുന്നേറ്റമായി കാണുന്നവരുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തെ, ഇത്തരം സമരങ്ങൾ എങ്ങനെ നവീകരിക്കും? ഇത്തരം കൂട്ടായ്മകളെ എങ്ങനെ ആണ് ഇത് പൊളിറ്റിക്കലായി മാറുന്നത്? ഒന്നാമത്തെ പ്രശ്നം, കേരളം ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരാണും പെണ്ണും തമ്മിലുള്ള സംസാരവും സ്പർശനവും പോലും ലൈംഗികമായി കാണുന്ന ഒരു സമൂഹം കേരളത്തിൽ മാത്രമാണുള്ളത്. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ പിന്നോക്ക ഗ്രാമങ്ങളിൽ പോലും കാണാത്ത ഒന്നാണ്. അവിടെ ഒന്നും സ്പർശനം ഒന്നും തന്നെ ലൈംഗികമായി കാണുന്നില്ല. പക്ഷെ മലയാളി സമൂഹം അങ്ങനെയാണ് കാണുന്നത്. ഇതെങ്ങനെ ഉണ്ടായോ എന്നുള്ളതിന്റെ ചരിത്രം ഇത് ആർഷഭാരത പാരമ്പര്യമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെട്ട കാര്യമല്ല.
ഇടക്കാലത്ത് വന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിക്ടോറിയൻ കൾച്ചറിൽ നിന്നാണ് ഇത് വന്നതെന്ന് MA ജോണിനെ പോലുള്ളവരൊക്കെ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചൊരു ചില വർഷങ്ങളുണ്ട്. ഏതായാലും ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ആവശ്യമായ പ്രാഥമികമായ സ്ത്രീ പുരുഷ ബന്ധം സംബന്ധിച്ച ജനാധിപത്യ ഘടന ഇല്ലാത്തൊരു സമൂഹമാണ് കേരളം. അതുകൊണ്ട് തന്നെ അവിടെ ആ രംഗത്തുണ്ടാകേണ്ട പരിവർത്തനം നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ഒന്നാണ്. മറ്റു പല രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഗൗരവമുള്ളതെന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. എനിക്ക് കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും അന്തർലീനമായി കിടക്കുന്ന ഒരു പരിഹരിക്കപ്പെടേണ്ട ഒരു വൈരുദ്ധ്യമാണ്. ശ്രീ കെ വേണു, ഒരു കാര്യം കൂടി, ഇതിൽ ചില രാഷ്ട്രീയ കക്ഷികളെങ്കിലും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഒക്കെ അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായി. പക്ഷേ അവരൊക്കെ ഒരു നാട്ടുമധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നു. ചുംബന സമരത്തിന് ഞങ്ങളെതിരാണ്, എന്നാൽ ഈ സദാചാര പോലീസിങ്ങിന് അതിനും ഞങ്ങളെതിരാണ് എന്ന ഒരു സമീപനം. അത് ഈ മാറ്റങ്ങൾ കുറച്ചൊക്കെ അംഗീകരിക്കുകയും എന്നാൽ അടിസ്ഥാനപരമായ മാറ്റത്തിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘടനയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവിടെ ചർച്ചയിൽ കണ്ടതുപോലെ തന്നെ ഈ സമരം ഏറെക്കുറെ ഈ കേരളീയ സമൂഹത്തിൽ സജീവമായ ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു എന്നത് തന്നെ വലിയൊരു മുന്നേറ്റം തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ കെ വേണു. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ശ്രീ കെ ഷാഹിന, ശ്രീ ഹരീഷ് വാസുദേവൻ, മുഹമ്മദ് വേളം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചിയിൽ ചുംബന സമരത്തിനിടെ സംഘർഷം, ലാത്തിചാർജ്. സമരാനുകൂലികളെ ശിവസേന പ്രവർത്തകർ ആക്രമിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൗൺ ടൗൺ ആക്രമണ കേസ് പ്രതികളെ BJP കൈവിടുന്നു. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന സൂചന. KM മാണിക്കെതിരായ കോഴ ആരോപണം വിജിലൻസ് ഡയറക്ടർ പരിശോധിക്കും. വിജിലൻസ് കേസെടുത്തിട്ടില്ലെന്നും നടക്കുന്നത് പ്രാഥമിക അന്വേഷണമെന്നും രമേശ് ചെന്നിത്തല. നിയമപരമായ നടപടിക്രമം മാത്രമെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം പ്രഖ്യാപിച്ചത് പാർട്ടിയോട് ആലോചിച്ചെന്ന് VM സുധീരൻ. കേരള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് ബിജു രമേശ്. മാണിക്കെതിരായ ആരോപണം അന്വേഷിക്കണമെന്ന കാര്യത്തിൽ VS-ഉം പിണറായിയും രണ്ട് തട്ടിൽ. VS-ന്റെ CBI അന്വേഷണ ആവശ്യം പിണറായി വിജയൻ തള്ളി. പല അന്വേഷണങ്ങളിലും പേരുദോഷം വളർത്തിയ ഏജൻസിയാണ് CBI എന്ന് പിണറായി. പേരുദോഷം സമ്പാദിച്ച ഒരു ഏജൻസിയാണ് CBI. അവരെ നോക്കിയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കൂട്ടിലടച്ച തത്തയാണ്. മാണി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും പിണറായി. വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വിഷയം ചർച്ച ചെയ്യാൻ LDF ചേരണമെന്നും പന്ന്യൻ. പാകിസ്ഥാനിലെ വാഗ അതിർത്തിയിൽ ചാവേർ ആക്രമണം, 42 മരണം, 100 പേർക്ക് പരിക്ക്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സായുധ സംഘടന ജുന്ദുള്ള ഏറ്റെടുത്തെന്ന് റിപ്പോർട്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം 800 കോടി രൂപ ഫണ്ട് അനുവദിച്ചത് കടുത്ത നിബന്ധനകളോടെ. വ്യവസ്ഥകൾ പദ്ധതിക്കെതിരാണെന്ന് ആക്ഷേപം. VGF ഫണ്ട് വഴി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ കേന്ദ്ര ഇടപെടൽ കൂടും. ഇതോടെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.